സ്പൈസി ക്രാഫ്റ്റ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു അടിപൊളി ടേബിൾ ടോപ്പ് ഡെക്കർ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു കുഞ്ഞു റെക്റ്റാങ്കിൾ പീസും പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമുക്കിതൊരു പോലെ ഇങ്ങനൊരു കോണായിട്ട് അതായത് ഒരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ എല്ലാ പീസും അതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ്. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടുമല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ 4 സൈഡിലേക്കും അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ കുഞ്ഞു പീസ് കട്ട് ചെയ്ത് വെച്ചത് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. അടുത്തടുത്ത് ഒട്ടിക്കേണ്ട, ഇത്തിരി ഇത്ര പോലെ അങ്ങോട്ട് ഗ്യാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതിയാവും. കണ്ടോ? നമുക്ക് ഈ സൈഡും കൂടെ അതുപോലെ ചെയ്തെടുക്കാം. നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ രണ്ട് പീസ് വെച്ചിട്ട് ഈ സെൻറ്ററിൽ നമുക്ക് കുറച്ച് നീളം കൂടിയ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ച് നീളമുള്ള പീസാണ് വെച്ച് കൊടുക്കുന്നത്. 2 പീസാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഇതുപോലെ നീളമുള്ള പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നീളത്തിലൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ആ മേളിൽ ആ ഒരു സെൻറ്ററിൽ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ഹോട്ട് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? മൊത്തത്തിൽ 4 സൈഡിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഭാഗത്തൊരു മേൽക്കൂര പോലെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുവാണ്. അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലിൽ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് നമുക്ക് അവിടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ നല്ല ഇതായിട്ട് അവിടെ ഒട്ടിരുന്നോളും. ഇതുപോലെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തു. അവിടെ ഒട്ടിക്കിടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഇവിടെയും കൂടി ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ? നമുക്ക് ഇതിന് കുറച്ച് പുട്ടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ് കിട്ടാനായിട്ട് കുറച്ച് ഫിനിഷിങ്ങും കിട്ടും. പിന്നെ കുറച്ച് നല്ല തിക്കായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ കാണാനും കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പുട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ അങ്ങനെ അടിച്ചെടുക്കാം. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കണ്ടായാലും നമുക്കിത് ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്കിതിന് വെക്കാനായിട്ടുള്ള ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് പേപ്പറാണ് എടുത്തിട്ടുള്ളത്, കളർ പേപ്പർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് പെൻസിലോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്ലവറല്ലേ ഇത്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചുരുട്ടിയെടുത്ത് ലാസ്റ്റ് അവിടെ അങ്ങോട്ട് കുറച്ച് ഗ്ലൂ ഇട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ അവിടെ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഫ്ലവർ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡും കൂടെ ചെയ്തിട്ടുണ്ട്. റെഡും യെല്ലോവും കൂടെയാണ്
ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്കിതിന് ബോർഡറായിട്ട് ഞാൻ കുറച്ചൊന്ന് വൈറ്റ് ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാത്തിനും ഇതുപോലെ വൈറ്റ് ഇതുപോലെ അങ്ങോട്ട് ഒരു ബോർഡർ പോലെ അങ്ങോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ വെറും ബ്ലാക്ക് മാത്രം ആകുമ്പോഴത്തേനും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് വൈറ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഈ താഴെ മൊത്തം ഇത് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു മേളിലത്തെ ഈ ഭാഗത്തും നമുക്ക് വൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പീസിൽ ഞാനിങ്ങനെ വൈറ്റ് ബോർഡർ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നി ഞാനങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ താഴത്തെ ഒരു ഭാഗത്ത് വരുന്നില്ല, അതും കൂടെ നമുക്ക് അങ്ങോട്ട് വരച്ചു കൊടുക്കാൻ തോന്നുവാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു വൈറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് വരച്ചെടുത്ത് നമുക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ ഇങ്ങനെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് സിൽവർ കളർ ഗ്ലിറ്റർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വൈറ്റ് ഗ്ലൂ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലവർ വെക്കാനായിട്ട് ഞാനിതുപോലെ ഒരു നേരിയ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങോട്ട് കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റായിട്ടില്ല, അതിനേക്കാട്ടിൽ കുറച്ച് നീളം കൂടിയ പീസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ട് ബെൻഡ് ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ കുറച്ച് സെൻറ്ററിൽ ഇതുപോലെ അങ്ങ് പൊങ്ങിക്കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഫ്ലവേഴ്സ് ഓരോന്നെടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ചൊന്ന് ഒരു ലീഫും കൂടെ വെച്ച് കൊടുക്കണ്ടേ. ഇതുപോലത്തെ എൻ്റെ കയ്യിലുള്ളൊരു പ്ലാസ്റ്റിക് ഫ്ലവറിൻ്റെ ആ ഒരു ലീഫാണിത്. അപ്പോൾ അതും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഫ് വേറെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേബിൾ ടോപ്പ് ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ, നല്ല യെല്ലോ റെഡും ഫ്ലവറൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്കങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ള അതിന് നമുക്കൊന്ന് ഹോം എന്നും കൂടി എഴുതി വെക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് ഹോം എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പീസ് ഇവിടെ റെഡിയായി കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.